നമസ്കാരം. CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പകരക്കാരനായി കൊണ്ട് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്ന ലിത്വാനിയൻ സൂപ്പർ താരമായ ഫെഡോർ സെർണിച്ച് ഇപ്പോഴും 100% ഫിറ്റ് അല്ല എന്നാണ് കളി കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ISL അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഈ ചാനൽ 10K സബ്സ്ക്രൈബേഴ്സ് എന്ന വലിയൊരു മൈൽ സ്റ്റോണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും ഒന്ന് പരിഗണിക്കുക. നമുക്കറിയാം, ലൂണക്ക് പരിക്ക് പറ്റിയതിനെ തുടർന്ന് താരം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ലൂണക്ക് പകരക്കാരൻ എന്ന നിലയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ലിത്വാനിയയിൽ നിന്നും ഒരു സൂപ്പർ താരമായ ഫെഡോർ എന്ന താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് മുമ്പത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ 2 മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ 11-ൽ തന്നെ ഫെഡോർ സെർണിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ താരത്തിന് മികച്ച പ്രകടനങ്ങളൊന്നും ആ ഒരു മത്സരത്തിൽ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലത്തെ മത്സരത്തിൽ ആദ്യ ഹാഫിൽ തന്നെ ചില മുന്നേറ്റങ്ങൾ ഫെഡോറിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ പരിശീലകനായ ഇവാൻ വുക്കോമാനോവിച്ച് ഫെഡോറിനെ പുകഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നലത്തെ മത്സരത്തിൽ ആദ്യത്തെ 2 ഗോളുകളും നേടിയിട്ടുണ്ടായിരുന്നത് എതിർ ടീമായ FC ഗോവയായിരുന്നു. അതിനുശേഷം രണ്ടാം പകുതിയിലായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ബ്ലാസ്റ്റേഴ്സ് 4 ഗോൾ അടിച്ചതിൽ ഒരു ഗോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വാനിയൻ സൂപ്പർ താരമായ ഫെഡോറിന്റെ വകയായിരുന്നു. ഏതായാലും ഈ ഒരു ഗോൾ ഫെഡോർ സെർണിച്ച് എന്ന ലിത്വാനിയൻ സൂപ്പർ താരത്തിന്റെ ISL കരിയറിലെ ആദ്യത്തെ ഗോൾ കൂടിയാണ്. ഇനി നമുക്ക് ഏതായാലും മത്സരശേഷം ഫെഡോർ സെർണിച്ചിനെ കുറിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്ന് കടക്കാം. ഫെഡോർ സെർണിച്ച് എന്ന സൂപ്പർ താരം ഇപ്പോഴും 100% മാച്ച് ഫിറ്റ് അല്ല. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് FC എന്ന ടീമുമായി അദ്ദേഹം ചേർന്നു വരുന്നതേയുള്ളൂ. എന്നിട്ടും മികച്ച പ്രകടനം നടത്താൻ താരത്തിന് സാധിക്കുന്നുമുണ്ട്. അത് വളരെ മികച്ച ഒരു കാര്യം തന്നെയാണ്. 100% അദ്ദേഹം ഫിറ്റ് അല്ല എന്നിട്ടും ടീമുമായി ഓടുകയും എഫേർട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം യുവതാരങ്ങളെ പിച്ചിൽ അദ്ദേഹത്തിന് നല്ലപോലെ നയിക്കാനും സാധിക്കുന്നുണ്ട്. കൂടാതെ ഈ ഒരു ഗോൾ ഫെഡോറിന് ഒരു എക്സ്ട്രാ ഊർജം ആണെന്നും ഒരു പുതിയ ടീമിൽ തുടക്കത്തിൽ ഒരു ഗോൾ ലഭിക്കുക എന്നത് കാര്യങ്ങൾ എളുപ്പമാക്കുമെന്നുമാണ് ഇവാൻ വുക്കോമാനോവിച്ച് ഫെഡോറിനെ കുറിച്ച് മത്സരം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം തന്നെ ഫെഡോർ സെർണിച്ചിന്റെ ഭാഗത്തു നിന്നും നല്ല പ്രകടനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനെ തുടർന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കൂട്ടം ആരാധകരിൽ നിന്നും ഫെഡോറിന് വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാരണം താരം ഫോം ആവാൻ ഇനിയും കുറച്ച് ടൈം എടുക്കുമെന്നായിരുന്നു കഴിഞ്ഞ മത്സരത്തിന് ശേഷം ഇവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ മത്സരത്തിലും ആദ്യ 11-ൽ ഫെഡോറിനെ കണ്ടപ്പോൾ ഒരു കൂട്ടം ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാവുക എന്തിനാണ് ഇവനെ ഇറക്കുന്നത് എന്ന് തന്നെയാണ്. പക്ഷേ കളിക്കളത്തിൽ താരത്തിന്റെ മികച്ച ഫോമുകൾ കാണാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും തന്നെ ഫെഡോറിന്റെ ഒരു ആരാധകനായി മാറുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഫെഡോർ ബ്ലാസ്റ്റേഴ്സിലെ യുവതാരങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ താരത്തിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരുപാട് അറ്റംപ്റ്റുകളും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ദിമിക്ക് ഒരൊത്ത പകരക്കാരൻ എന്ന നിലയിൽ ഫെഡോറിനെ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കുന്നതാണ്. കാരണം അഡ്രിയ ലൂണയെ പോലുള്ള ഒരു മുതലിന് പകരമായ കൊണ്ട് ഇങ്ങനെ ഒരു സൂപ്പർ താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിച്ചതിൽ വലിയൊരു സെല്യൂട്ട് ബ്ലാസ്റ്റേഴ്സിന് തന്നെ നമ്മൾ നൽകുന്നു. ഏതായാലും ഇവാൻ ആശാന്റെ ഈ ഒരു വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫെഡോർ ഇതുവരെയായിട്ട് 100% ഫിറ്റ് ആയിട്ടില്ല എന്നും കൂടാതെ തന്നെ താരത്തിന് ഫിറ്റ് ആവാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുന്നുണ്ടെന്നും കൂടാതെ തന്നെ യുവതാരങ്ങളെ താരം നല്ല രീതിയിൽ നയിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഇവാൻ ആശാന്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത ബംഗളൂരു FCക്കെതിരായുള്ള മത്സരത്തിൽ ഫെഡോർ സെർണിച്ചിന്റെ ഭാഗത്തു നിന്നും ഇനിയും കൂടുതൽ മികച്ച പ്രകടനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് CK ടോക്സ് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. കൂടാതെ അടുത്ത ബംഗളൂരു FCക്കെതിരായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ ലൈനപ്പിന്റെ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.